ഞങ്ങൾ സത്യം പറഞ്ഞാൽ എത്ര വൈറലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ കുറേ ദിവസമായി പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേൾക്കാൻ തുടങ്ങി. എന്തായാലും എല്ലാം നമ്മളാണ്. ഇത്ര പ്രതീക്ഷിച്ചില്ല, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പിന്നെ പുള്ളിക്കാരനാണ് നമ്മുടെ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്. അതാണ് പിന്നെ റീച്ചായിട്ട് ഇങ്ങനെ കത്തിക്കേറിയത്. വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും അത്യുന്നതിയിൽ എത്തി നിൽക്കുകയാണ്. ഞാനുള്ളത് കോങ്ങാട് സീഡ് ഫാം എന്ന സ്ഥലത്താണ്. ഇവിടെ 160 അടിയിൽ അധികം ഈ നീളമുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് ആണ് അർജന്റീന ഫാൻസ് വെച്ചിരിക്കുന്നത്. അവർ എന്നോട് ഒപ്പം ഉണ്ട്. എന്തായാലും ഫുട്ബോൾ ആവേശം ഇത്ര വലിയൊരു ഫ്ലെക്സ് അത് ആദ്യം വെച്ചൊരു റെക്കോർഡ് ഇടുകയാണ് ലക്ഷ്യം. അതന്നെ ലക്ഷ്യം. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 140 വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 160 ആക്കി. അതിന് ലക്ഷ്യം ഞങ്ങൾ ഇപ്രാവശ്യം ഏറ്റെടുത്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എത്ര വൈറലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ കുറേ ദിവസമായി പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേൾക്കാൻ തുടങ്ങി. എന്തായാലും എല്ലാം നമ്മളാണ്. ഇത്ര പ്രതീക്ഷിച്ചില്ല, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പിന്നെ പുള്ളിക്കാരനാണ് നമ്മുടെ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്. അതാണ് പിന്നെ റീച്ചായിട്ട് ഇങ്ങനെ കത്തിക്കേറിയത്. ഇപ്പൊ ഈ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ടീം ഇത്തവണയും കപ്പടിക്കോ? അതായത് ഞാൻ ആക്ച്വലി ഫ്രാൻസ് ആണ് ഇവരുടെ. അതായത് ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇത് വൈറലായതുകൊണ്ട് ഞാൻ ഇവർ വിളിച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനായി പോയി. കുറേ ആളുകൾ കൂടിയിട്ട് എന്തോ പൊക്കുന്ന പോലെ തോന്നിയിരുന്നു. എല്ലാവരും പറഞ്ഞു ന്യൂസുകാരുടെയൊക്കെ. പിന്നീട് നടന്ന ആളുകൾ വരുന്ന സമയത്ത് വണ്ടി അവിടെ ഫ്ലെക്സിന്റെ വലിപ്പം തീരുന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ ഫ്രാൻസിന് വേണ്ടി ഇതിലും വലുതൊന്നും വെക്കണ്ടേ? അല്ല, ഫ്രാൻസിന് വേണ്ടിയിട്ട് നാട്ടില് ഫാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഔട്ട് സൈഡും ആണ്. കപ്പാസിറ്റി ഇല്ല ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഞാൻ ഇത് ഇട്ട സമയം ഉണ്ടല്ലോ, ആ സമയത്തിന് കറക്റ്റ് സമയം ആയതുകൊണ്ട് അതങ്ങനെ കയറിപ്പോയി. ഒരുപാട് ആളുകൾ കണ്ടു. പക്ഷെ പ്രാവശ്യം മാറി, മൂപ്പര് അർജന്റീനയായി മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെ ആവേശം കണ്ടപ്പോ ഭയങ്കര രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും ബ്രസീൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത്ര വലിപ്പമില്ല തോന്നുന്നില്ല. ഇല്ല, അവര് 2 തുണ്ടാക്കിട്ട് വെക്കുന്നത്. 500 രൂപ വെച്ചാലും ഞങ്ങൾ അവർക്ക് പ്രചോദനം. കാരണം ഇനി 500 വെച്ചാലും ഞങ്ങളെ പ്രചോദനം അവർക്ക് ആരെ വെക്കണം, അവർക്ക് ഞങ്ങളെ പ്രചോദനം. ഇപ്പൊ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പൊ ഈ ഫുട്ബോൾ ആവേശം ഒക്കെ കാണുമ്പോ ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്ക് ടീം ഏതാണ്? ഞാൻ അർജന്റീന ഫാനാണ്. തുടർച്ചയായുള്ള ഒരു കിരീടം കിട്ടാനുള്ള എല്ലാ ആവേശത്തിലുള്ള തുടക്കമാണ്. നമ്മുടെ ഫാൻസിനെ കുറിച്ച് അറിയാമല്ലോ. കോങ്ങാടിന് വളരെയേറെ നല്ല വ്യക്തമായി 160 ഫ്ലെക്സ് പറഞ്ഞവിടെ എവിടെ ഇല്ലാത്തൊരു ഇതാണ് ഫാൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു ആവേശമായി ഞങ്ങൾ തുടരുകയാണ്. ഈ തുടർച്ചയായുള്ള ഒരു കിരീടം അർജന്റീന എടുത്തിരിക്കും എന്നും കൂടി ഞാൻ പറഞ്ഞിരിക്കുന്നു. ഏതാ മെമ്പർ ഏതാ ടീം? അങ്ങനെയൊന്നുമില്ല. ഫുട്ബോൾ ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്. പ്രത്യേക ആവേശമൊന്നുമില്ല. ഇപ്പോ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മളിത് ഫ്ലെക്സ് റീലിൽ കണ്ടിട്ട് ആക്ച്വലി കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷം തോന്നിയിട്ട്. ആണാണ്, ഈ നാട്ടുകാരാണ്. നമ്മൾ ചന്ദ്രനാറാണ് വീട്, പാലക്കാട് തന്നെയാണ്. അപ്പൊ അവിടുന്ന് രാവിലെ വന്നാണ് നമ്മള് ഇവിടേക്ക് ഫ്ലെക്സ് കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഇത്തവണത്തെ ഒരു പ്രത്യേകത മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആണ്. അപ്പോ മിന്നിക്കോ? ഉറപ്പായിട്ടും നമ്മളെല്ലാം പ്രതീക്ഷ അതിൽ തന്നെയാണ്. മെസ്സിയുടെ വൈഫ് ഫോളോ ചെയ്യുന്ന, അതായത് ഒരു ഫാൻ പേജ് ഉള്ളവരാണ് ഇവര്. മെസ്സിയുടെ വൈഫ് ഡയറക്റ്റ് ആയിട്ട് ഫോളോ, മെസ്സി ഫോളോ ചെയ്യുന്നത്, മെസ്സിയും ഫോളോ ചെയ്യുന്ന ഒരു പേജ്. മെസ്സി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്? ഫാൻ പേജ് ഉണ്ട് ഞങ്ങൾക്ക്. ആന്റണില ഗാലറി എന്നാണ് പേജ്. ആ പേജിൽ ആക്ച്വലി മെസ്സിയും ആന്റണിലയും ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിലാകെ ഞങ്ങളുടെ പേജ് മാത്രമാണ് ഫോളോ ചെയ്യുന്നുള്ളൂ. ആകെ ഒരാളെ മാത്രമാണ് മെസ്സി ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഞങ്ങളുടെ പേജാണ്. മെസ്സിയുടെ അടുപ്പക്കാരാണ്. ഇപ്പൊ മെസ്സിയുടെ അവസാന മത്സരം, അപ്പൊ ഒരു സീനിയറായ താരം, അതോടൊപ്പം തന്നെ കുറെ പുതുമുഖങ്ങളുണ്ട്. അതൊക്കെ വലിയൊരു പ്രതീക്ഷയാണോ? പ്രതീക്ഷ തന്നെ. ഇപ്രാവശ്യത്തെ ടീം നമ്മുടെ കോച്ച് എടുത്തത് അത്രയും പക്ക ടീമാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ കൈവിടാണ്ട് സൂക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ മത്സരം കാണാൻ ഇതേപോലെ ഒരു വലിയ സെറ്റപ്പ് ഒക്കെ ഒരുക്കും. സെറ്റപ്പ് ഒരുക്കണത് ഞങ്ങൾ ആഗ്രഹമുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ റൂമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ. ഞങ്ങൾ എന്നാലും കൂട്ടായ്മ കൊണ്ട് സെൻട്രൽ ടൗണിൽ എന്തായാലും വെച്ചിരിക്കും. ഈ ക്രിസ്ത്യാനോ ഒരു വേൾഡ് കപ്പ് എടുക്കണം എന്ന് ഈ ബ്രസീൽ ഫാൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു സീനിയറായ ഫുട്ബോളർ ആയ ക്രിസ്ത്യാനോയ്ക്ക് ഇത്തവണ ഒരു കപ്പ് കിട്ടുമോ, അതോ മെസ്സി തന്നെ കൊണ്ടുപോകും അവസാന മത്സരം? ഞങ്ങൾക്ക് മെസ്സി എടുക്കണമെന്ന് ആഗ്രഹം, വേറെ ആരും എടുക്കണമെന്നല്ല. ഞങ്ങൾക്ക് മെസ്സി എടുക്കണം. പിന്തുണ ഉണ്ട്, പക്ഷെ മെസ്സി ഒപ്പമുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്ത്യാനോന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനോ ഇഷ്ടമാണ്, പക്ഷെ മെസ്സിനെ വിട്ട് കളിയില്ല. അതാണ് മെയിനായിട്ട്. ഖത്തറിന്റെ മണമുള്ള ഖത്തറിന്ന് കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് അണ്ണന്റെ നാട്ടിൽ നിന്നും കപ്പ് കൊണ്ടുവന്നിരിക്കും.
അതാണ് അത്തറിന്റെ മണമുള്ള ഖത്തറിൽ നിന്ന് കപ്പടിച്ചത്. ട്രംപിന്റെ നാട്ടിൽ നിന്നും മെസ്സി കപ്പടിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു വലിയ ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിലാണ് കോങ്ങാട് കൂടാതെ മറ്റോരോ ഗ്രാമീണ മേഖലയിലുള്ള ആളുകളും ഈ ഫുട്ബോൾ ആവേശമാണ്. അവരുടെ ആവേശത്തിന്റെ ഒരു കൃത്യമായ കാഴ്ചകളാണ് അവർ ഇവിടെ നമ്മളുമായി പങ്കുവെക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.